ഹലോ, ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഹൈദരാബാദ് മോഡൽ ബിരിയാണി കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആദ്യമായിട്ട് നമ്മൾ ഒരു 5-6 ഉള്ളി എടുത്തിട്ട് അത് നല്ല സ്ലൈസാക്കി നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം കേട്ടോ. ഉള്ളി ഇത് മാത്രമാണ്, തക്കാളി ഒന്നും നമ്മളിതിന് യൂസ് ചെയ്യില്ല. സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ഹൈദരാബാദിൽ നിന്ന് തന്നെ കേട്ടോ, ഹൈദരാബാദ് ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ കഴുകി വെച്ച ചിക്കന് നല്ല ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഏതിലാണോ വെക്കുന്നത് അതിൽ. പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്. എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ബാലൻസ് ചെയ്യാം, അത് ഓരോരുത്തരും. പക്ഷേ ഇത് കുറച്ച് സ്പൈസിയാണ് കേട്ടോ ഈ ബിരിയാണി എന്ന് പറയുന്നത്. നമ്മളെ സാദാ ബിരിയാണി പോലെയല്ല, കുറച്ച് സ്പൈസി ബിരിയാണിയാണ് ഹൈദരാബാദ് ബിരിയാണി. പിന്നെ അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, ഇപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഒന്നും ഇടില്ല, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല, ഒരു 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് ചപ്പും പുതിന വേണം. പിന്നെ തൈര് മസ്റ്റാണ് കേട്ടോ, തൈര്. പിന്നെ ഞാൻ ഒരു 3-4 കറാമ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തും. അപ്പോൾ 2-3 മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇതാണ് മെയിൻ കേട്ടോ, ഈ ബിരിയാണീൻ്റെ മെയിൻ തൈരും ചപ്പും പുതിനയും. പിന്നെ ഈ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയാണ് കേട്ടോ അതിന് മെയിൻ. എൻ്റെ അടുത്തിപ്പോൾ തൈര് കുറച്ചായി പോയി, ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി തൈര് വേണം കേട്ടോ. ഒരു 500-ൻ്റെ തൈരും പാക്കറ്റ് മേടിച്ച് അതിൻ്റെ ഹാഫോളം ഉപയോഗിക്കുക 1 കിലോ ബിരിയാണിക്ക് കേട്ടോ. ഇപ്പം ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളി ഇതാ, അത് കുറച്ച് ഞാൻ ബാലൻസ് അവിടെ വെച്ചിട്ടുണ്ട്. അത്രയും ഞാൻ ബാലൻസ് വെച്ചിട്ട് 5 ഉള്ളി പൊരിച്ചതാണ് കേട്ടോ ഞാനത്. ഇത് പൊരിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക, കൈകൊണ്ട് നല്ല മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ ഞാൻ പൊരിച്ച ഓയിലുണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിലിങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് പകുതി ഒരു 1/4 ആക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ റൈസ് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് വേണ്ടി. അത് അത്യാവശ്യം നല്ല തിളച്ച് ബസ്മതി റൈസാണ് കേട്ടോ അതിന് ഉപയോഗിക്കാം. അപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 1 കിലോ റൈസ് എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് കുറച്ച് സജീരകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്തതില്ലാത്ത കാരണം ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ബിരിയാണി ഇടുന്ന മാതിരി തന്നെ കറാമ്പൂവ്, പിന്നെ ഏലക്കായ, കറുകപ്പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കുക. നല്ല വേവണ്ട, ഒരു മീഡിയം, അതായത് ഒരു 1/4 വേവ്. ഇനി നമ്മൾ ഇതൊന്ന് ചിക്കനും മസാല ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ തന്നെ ഞാൻ ചോറൊക്കെ വെന്തത് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയും ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഒക്കെ സെറ്റായി വന്നപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലോട്ട് റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ ലാസ്റ്റ് നമ്മൾ കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും അതിൽ ഒരു 2-3 സ്പൂണ് പാലിലോട്ട് ഈ കുങ്കുമപ്പൂവിൻ്റെ 2 ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പക്ഷേ അത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണം. ഞാൻ ചെയ്യണമൊന്നുമില്ല, ഞാൻ പറയാം അങ്ങനെ ടേസ്റ്റ്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഞാൻ അവിടെ നിന്ന് കഴിച്ച ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് പൂതിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നാലും ടേസ്റ്റാണ്. പക്ഷേ ഒതൻറ്റിക് ടേസ്റ്റ് നമ്മൾ അവിടെ പോയി കഴിച്ചതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഇത് കഴിക്കാൻ നമ്മളൊക്കെ ഞാൻ ഇതുപോലെ ചെയ്യുന്നതാണ്. ഇനി അതിൻ്റെ ടോപ്പിൽ നമ്മൾ മല്ലിയിലയും പുതിനേൻ്റെ ഇലയും കുറച്ച് തൂവി കൊടുക്കുക, കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടി ടോപ്പിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 കൈകളുണ്ട്, ഒന്ന് മോളുടെ കൈ കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുക വെച്ചിട്ടുണ്ട്, അവളും കൂടി. പിന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ചെടുത്ത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നല്ല ആവി കയറ്റി വേവിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാ കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ അത് വേറെ ഒരു ടൈപ്പ് തന്നെയാണ് ഈ ബിരിയാണി. അപ്പം ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്കുക. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ആവി ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് സെറ്റായിട്ടുണ്ട് കണ്ടോ. ആവിയൊക്കെ വന്ന് ആ ചോറ് നല്ല അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക കേട്ടോ. ഈ മിക്സ് ആക്കിയിട്ടെടുക്കുമ്പോൾ തന്നെ ഇത് നല്ല റെഡിഷ് കളറാണ് ഉണ്ടാവുക. ഇത് ക്യാമറയിൽ കാണുമ്പോൾ അധികം കളേഴ്സും കാണുന്നില്ല. അപ്പോൾ ഞാനത് പറയുന്നത് അവിടുന്ന് ഇത് സാധാരണ ഈ ബിരിയാണി പൊതുവെ ഒരു അത്യാവശ്യം സ്പൈസ് ഉള്ളത് കാരണം തന്നെ ഒരു ചെറിയൊരു റെഡിഷ് കളറാണ്. നമ്മളെ നാടൻ നമ്മളിവിടുത്തെ ബിരിയാണി മാതിരിയല്ല കേട്ടോ ഉണ്ടാവുക. അപ്പം ഞാനത് നല്ലൊന്ന് മിക്സാക്കി ഞങ്ങൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.